ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഉഷാറായിരിക്കുകയല്ലേ? അപ്പം ക്രിസ്മസിനേക്ക് വേണ്ടി ഒരു പുൽക്കൂട് സെറ്റ് ചെയ്ത ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ഞങ്ങളെ ചെറിയൊരു സ്ഥലമായ കോഴിക്കോട് തിരുവമ്പാടിയിലെ മണ്ണുഞ്ഞി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കുരിക്കാട്ടിൽ സജിച്ചേട്ടൻ്റെ വീടാണിത്. അപ്പം സജിച്ചേട്ടനും വിജിയൊക്കെ ഞങ്ങൾ വ്യാപാരിയിലുള്ള മെമ്പർമാരാണ്. അപ്പം അങ്ങനെ അവിടെ ഇങ്ങനൊരു വലിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ട ആ വീഡിയോ ഒന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം ഒരു പട്ടണം തന്നെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചത്. അതിൽ പുഴകളും വെള്ളച്ചാട്ടങ്ങളും മീനുകളും അങ്ങനെ എന്ത് പറയണം, ഒരു പട്ടണത്തിൽ എന്തെല്ലാം ഉണ്ടാവുമോ അത് മുഴുവനും അവരതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാർ ഷെഡിലാണ് സെറ്റ് ചെയ്തത്. അവിടെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പുഴ, പാലം, പശുവിനെയൊക്കെ കണ്ടില്ലേ? നമുക്ക് നോക്കിയാൽ ഒറിജിനൽ പശു പോലെയാണ് തോന്നുക. ഇത് ശരിക്കും സജിച്ചേട്ടന് ഒരു മാസം കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ഒരു മാസം കൊണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമേ വീടുകളും ഇതൊക്കെ ആദ്യമേ നേരത്തെ ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പം ഇത് കണ്ടോ, ഒരു പഴയൊരു പട്ടണം പോലെ തന്നെ എല്ലാം അവർ സെറ്റ് ചെയ്താട്ടോ. ഇതിൻ്റെ കഷ്ടപ്പാട് എത്ര ഉണ്ടാവുമെന്ന് അറിയാലോ. ചെറിയ കഷ്ടപ്പാടൊന്നുമില്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അതും ജോലിക്ക് പോണവരാണെന്നും കൂടി നോക്കണം. എത്ര തിരക്കിൻ്റെ ഇടയിലായിരിക്കും അവരിതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇതിലെ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചതും പിന്നെ ഫുള്ളിതാ കണ്ടോ, ഇതിലെ ഒരു പുഴ തന്നെ അതിലെ തോടും പുഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതിൽ മീനുണ്ട്, പിന്നെ ഉണ്ണീശോ പിറന്ന സ്ഥലം. പിന്നെ ഇവിടെ ഇതിലൊക്കെ ചെറിയ ചെറിയ ഓരോരോ ഈ മരച്ചില്ല പോലെയുള്ള ഉണ്ടല്ലോ, അതിലൊക്കെ അണ്ണാനുണ്ട്. അങ്ങനെ പലതും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കാണുമ്പം കറക്റ്റ് ഞാൻ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അണ്ണാനെ കാണുന്നുണ്ടോ എന്നറിയില്ല ഇതിൻ്റെ മേലെ. അങ്ങനെ ഫുള്ള് കണ്ടോ. ഇപ്പം നമുക്ക് വീഡിയോ രാത്രി എടുത്താലേ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാത്രി എടുത്തത്. രാത്രി എടുത്തപ്പോൾ ഉള്ളൊരു ചെറിയ, പിന്നെ ഇത് സാധാ ഫോണിലാണ് എടുക്കുന്നത്, ഐഫോണിലൊന്നുമല്ല. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ട് ഇതിൻ്റെ ഭംഗി കണ്ടാണ് ഞാനിത് ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കണമെന്ന് വിചാരിച്ചത്. ഇതിലിതാ ഒരു മീൻ ഓടിപ്പോകുന്നുണ്ടോ. അങ്ങനെ ഇത് ഉണ്ടാക്കാൻ എന്തോരം എത്ര ദിവസത്തെ ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ. നമുക്ക് കാണുമ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് തോന്നാൻ മതി. പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ വീടും എല്ലാം ഉണ്ടാക്കി, അത് നേരത്തെ ഉണ്ടാക്കി വെച്ച് ഒരു മാസം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഡിസംബർ 1 മുതൽ 24-ാം തീയതി ആകുമ്പോഴത്തേക്കാണ് ഇത് 24-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഒരു മാസത്തെ ഇതുകൊണ്ടാണ് ഇതൊക്കെ തീർന്നത്. കുറച്ചുകൂടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് റെഡി ആവാൻ. എന്നാലും ഇതിനെപ്പറ്റി അങ്ങനെ എനിക്ക് അത്ര അതിനെപ്പറ്റി അറിയാമല്ലോ. അതുകൊണ്ട് ഏതാ റെഡി ആവാത്തതൊന്നും മനസ്സിലായില്ല. ഇതിലും കുറച്ചുകൂടിയൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഇതുപോലെ ഇത്രയും വലിയത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വീടുകളിലൊക്കെ രാത്രി കാണാൻ വരുമല്ലോ, ഇതിന് മത്സരവും എല്ലാം ഉണ്ടാവുമല്ലോ. എന്തായാലും ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ഇത്രയും വലിയത് ആണ് ഉണ്ടാക്കാറെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കോട്ട് കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. വെള്ളച്ചാട്ടമുണ്ട് കണ്ടില്ലേ, മല, കുന്ന്, പഴയതരം വീടുകളും. പിന്നെ കുറച്ചവിടെ ഞാൻ ചെന്നപ്പോഴത്തെ അവിടെ ഒരു പൂച്ച വന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം പൂച്ച അത് കയറിയിരുന്ന്, അതുകൊണ്ട് അവിടെ കുറച്ച് ഭാഗം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ആ ബാക്കിൽ കാണുന്നില്ലേ അവിടെ. ഇതിനൊക്കെ ഓരോരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ പേരുകളൊന്നും അങ്ങനെ കറക്റ്റ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിതിൽ പറയാത്തത്.
ഇപ്പോൾ കാർ ഷെഡ് ഒരു പട്ടണമായി. ഇവർ ബിജി സജി അങ്ങനെ 2 പേരാട്ടോ, ഭാര്യയും ഭർത്താവുമാണ്. അവരവിടെ രണ്ടുപേരും ഷോപ്പിൽ പോകുന്നവരാണ്. ബാക്കിയുള്ള കുറച്ച് സമയം കൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ തന്നെ പറഞ്ഞപ്പം അതൊന്നും അവർക്ക് താല്പര്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞിട്ട് അവരോട് അവിടെ ഒന്നുകൂടി ഞാൻ പറയും. കണ്ടോ, അവിടെ ദൂരെ വേറെ പശുവൊക്കെ ഉണ്ട് കേട്ടോ, മരവും പശുവൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഈ പശുവിനെയൊക്കെ നമ്മൾ ഫോട്ടോയിൽ കണ്ട ഒറിജിനൽ പശുവായിട്ട് തോന്നും. ഇപ്പം വീഡിയോ അങ്ങനെ ഒരുമിച്ചെടുക്കുമ്പോൾ ഉള്ള ഇതാണ്. പാലവും എന്താ നോക്കിക്കുക അതിൻ്റെ ഒരു ഭംഗി. പിന്നെ വീടിന് ചുറ്റും കൂടിയുള്ള മതിലുകളും എല്ലാം, വേലി, അങ്ങനെ ഇതിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു വീടിന് ചുറ്റുമുള്ളതും ഒരു പട്ടണത്തിൽ പോയതിൻ്റെയും അപ്പം എല്ലാം കൊണ്ടും ഇത് ഉണ്ണീശോൻ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇതാണ് നമ്മളെ സഹിച്ചേട്ടനോട് എത്ര പറഞ്ഞിട്ടും സഹിച്ചേട്ടന് കാണിക്കണ്ടെന്നാണ് അവരെ. എന്നാലും ഞാൻ എൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ അവരെ ഇതിൽ കാണിച്ചതാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്തതല്ലേ. സഹിച്ചേട്ടനാണ് ഇതിൻ്റെ ഫുള്ളെങ്കിലും പുറകിൽ ഒരാൾ വേണമല്ലോ ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ. കണ്ടോ, വെള്ളം വരുന്നത് അവിടെ മുകളിൽ നിന്നാണ്. അതെല്ലാം ഒക്കെ സെറ്റ് ചെയ്താണ്. ഞാൻ വരുമ്പോൾ ഇത് ഓഫാക്കിയായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ആണ് ഇതൊക്കെ വീണ്ടും ഓണാക്കി തന്നാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലെന്ന്, അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഇത് ഇവിടെ ഒന്ന് പോകണം തോന്നി. അങ്ങനെ ഞാൻ ഇത് വീഡിയോ എടുക്കുന്നത് എപ്പോഴാണ് അറിയാം, ഒരു 10-11 മണിയായിട്ടാണ്. അവർ കടയിൽ നിന്ന് വരാൻ അത്രയും നേരമാകും. അപ്പോൾ ഞാൻ ലേശം ലേറ്റ് ആയിരുന്നു അന്ന്. അങ്ങനെ ഒരു 11 മണി ഒക്കെ ആയപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. രാത്രി അവരെന്നും ലേറ്റാണ് കടയിൽ നിന്ന് വരാൻ. ഇപ്പം തിരക്കുള്ളൊരു സമയമാണല്ലോ. കണ്ടില്ലേ എന്താ, നമുക്കൊക്കെ എത്ര ഒഴിവുണ്ടെങ്കിലും ഇതിനൊന്നും ഇത്രയൊന്നും എന്തായാലും മെനക്കെടൂല. ഇത് ചെറിയ മെനക്കെടലൊന്നുമല്ല, അത്രയ്ക്കും ഒരു നല്ലൊരു കലാകാരനാണ്. അതുകൊണ്ടാണ് അത് എത്രയും ക്ഷമയോടുകൂടി, എത്ര ക്ഷമയും വേണം ഇതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ. ഒരു മാസം കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. സഹിച്ചേട്ടനോട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.